അങ്കണവാടിക്ക് 20 കോടി രൂപ കൂടി ബാലഗോപാൽ അനുവദിച്ചിരിക്കുകയാണ്. കൈ അകച്ച് എല്ലാവർക്കും പൈസ കൊടുക്കുക തന്നെ. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് 10% DA കൊടുത്തോടുകൂടി 13% DAയും കൊടുത്തു. പെൻഷൻ പ്രായം കൂട്ടിക്കൊടുത്തു. വാരിക്കോരി കൊടുക്കുകയാണ്. പക്ഷേ എന്നാലും തെരഞ്ഞെടുപ്പിന് രക്ഷപ്പെടുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ വാരിക്കോരി കൊടുക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പെൻഷൻകാരുടെ കാര്യത്തിൽ, അങ്കണവാടി പെൻഷൻകാരുടെ കാര്യത്തിൽ ക്ഷേമനിധി ബോർഡിന് 20 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ അതോടുകൂടി ഇനി അംശാദായം കിട്ടാനുള്ള എല്ലാവർക്കും അംശാദായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം 2023 വരെയോ 22 വരെയോ കൊടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും 1-2 വർഷത്തെ പെൻഷൻ പറ്റിയിട്ടുള്ളൂ. 1-2 വർഷത്തിന് ശേഷം പെൻഷൻ പറ്റിയവർ, അത് 25-26 പെൻഷൻ പറ്റിയവർ, 26 ആയിട്ടേ ഉള്ളൂ, 25-ലും 24-ലും അവസാനമൊക്കെ പെൻഷൻ പറ്റിയവർക്ക് അംശാദായം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിനിപ്പോൾ ഉടനെ കിട്ടുമെന്നാണ് അറിയുന്നത്. അതുപോലെ പെൻഷൻ കട്ടായവരുടെ 500 പേരുടെ പ്രശ്നവും പരിഹരിച്ചു. അവർക്ക് പെൻഷൻ കിട്ടുന്നു. ഇവർക്കിപ്പോൾ അംശാദായം കിട്ടുന്നു. പെൻഷൻ എല്ലാവർക്കും കിട്ടുന്നു. അപ്പോൾ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി പരിഹരിക്കപ്പെടുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടണം, പെൻഷൻ കൂട്ടിക്കൊടുക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഹെൽപ്പർമാർക്ക് കിട്ടുന്ന 1500 ക്ഷേമ പെൻഷൻ 2000 കിട്ടും. അപ്പോൾ ക്ഷേമ പെൻഷൻ പക്ഷേ വാങ്ങാനും പറ്റില്ല, അവർക്ക് ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസ്പാരിറ്റികളുണ്ട്. അതെല്ലാം കൂടി പരിഹരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാക്കേജ് ആവും. പിന്നെ ഇത് കൂട്ടിക്കൊടുക്കുക, ഈ പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന അംശാദായം 1 ലക്ഷം രൂപയ്ക്ക് താഴേക്കാണ് ഇപ്പോൾ കിട്ടുന്നത്. 10, 30, 40 വർഷം ജോലി ചെയ്തതിന് ശേഷം 1 ലക്ഷം രൂപയെന്ന് പറയുന്ന വലിയൊരു നാമമാത്രമായ തുകയാണ്. അതൊരു 5 ലക്ഷമോ 10 ലക്ഷമോ ആക്കി കൊടുക്കണം എന്നുള്ള ചർച്ചയും നടക്കുന്നു. അത് വരട്ടെ. എന്തായാലും അങ്കണവാടിക്കാരുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ക്ഷേമനിധി ബോർഡിന് പണം കിട്ടുന്നു. അത് ക്ഷേമനിധി ബോർഡിൻ്റെ നേതാക്കളും ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സണും അവർ CATUവിൻ്റെ നേതാവ് കൂടിയാണ്. എല്ലാവരും കൂടി സമ്മർദ്ദപ്പെടുത്തിയിട്ട് തന്നെയാണ് അത് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വലിയ കാര്യമാണ്. പെൻഷൻ കട്ടായവരുടെ തുക കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.